എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ LBSന്റെ അണ്ടറിൽ വരുന്ന കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പാരാമെഡിക്കൽ കോഴ്സുകളും നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിലും അതേപോലെ കേരളത്തിന് പുറത്തൊക്കെ ഇതിന് അഡ്മിഷൻസ് ലഭിക്കുക അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സിന് ഇപ്പോൾ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് മാറിയിട്ടുണ്ട്. അലൈഡ് പ്ലസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിരവധി കോഴ്സുകൾ, ഇപ്പോൾ 1-2 കോഴ്സുകളല്ല, നമുക്ക് ഏകദേശം ഒരു 13-14ഓളം കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ചില കോഴ്സുകൾ കേരളത്തിന്റെ പുറത്തൊക്കെയാണ് കൂടുതൽ ഇതിന്റെ സീറ്റ് അവൈലബിലിറ്റി ഉള്ളത്. അപ്പോൾ ആ കാര്യങ്ങളും ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് കാര്യം പറയാനുള്ളത്, നമ്മൾ കരിയർ ഹെൽപ്സിന്റെ ഈ വർഷത്തെ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിലും കേരളത്തിന്റെ പുറത്ത് നടക്കുന്ന അഡ്മിഷൻസും അതിന്റെ എക്സാംസ് ഡീറ്റെയിൽസും അല്ലെങ്കിൽ അഡ്മിഷൻ ഡീറ്റെയിൽസും അതിന്റെ കറക്റ്റ് ഡേറ്റ് അപ്ഡേറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള സംശയങ്ങളും കരിയർ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കരിയർ ഹെൽപ്സിന്റെ ഈ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഈ വർഷവും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമുക്ക് LBSന്റെ അണ്ടറിൽ 15 കോഴ്സുകളാണ്, BSc നഴ്സിംഗ് ഉൾപ്പെടെ 15 കോഴ്സുകളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതില് ഫസ്റ്റത്തെ പറയുന്നത് നഴ്സിംഗ് കോഴ്സാണ്, BSc നഴ്സിംഗ് കോഴ്സാണ്. പിന്നെ വരുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് വരുന്നത്. എല്ലാം ബാച്ചിലർ ഡിഗ്രി ആണ്. പിന്നെ വരുന്നത് പെർഫ്യൂഷൻ ടെക്നോളജി. ഇത് പെർഫ്യൂഷൻ ടെക്നോളജി കൂടുതൽ ഡീറ്റെയിൽ എന്താണ് ഇതിലെന്താണ് പഠിക്കാനുള്ളത്, കാർഡിയാക്കായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കോഴ്സാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ വരുന്നത് BSc ഒപ്റ്റോമെട്രി, കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ്. പിന്നെ വരുന്നത് ഫിസിയോതെറാപ്പി. അപ്പോൾ ഫിസിയോതെറാപ്പിയും ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഫിസിയോതെറാപ്പി ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ LBS അലോട്ട്മെന്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ഏകദേശം ഇപ്പോൾ ഒക്കെ ഒരുപാട് കുട്ടികൾ എടുക്കുന്ന ഒരു കോഴ്സാണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന് പറയുന്ന കോഴ്സ്. വിദേശത്ത് ഒരുപാട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് കാർഡിയോവാസ്കുലർ ടെക്നോളജി. ഇതും ഹാർട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സാണ്. ഡയാലിസിസ് ടെക്നോളജി. പിന്നെ വരുന്നത് ഒക്കുപേഷണൽ തെറാപ്പി. ഒക്കുപേഷണൽ തെറാപ്പിയിൽ നമ്മളൊരു റീഹാബിലിറ്റേഷൻ രീതിയിൽ വരുന്ന ഒരു കോഴ്സാണ്. പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റഡ്, ഇതുപോലെ സോഷ്യൽ സർവീസ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് ഒക്കുപേഷണൽ തെറാപ്പി. പിന്നെ വരുന്നത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനെ 2 കോഴ്സ് ആക്കിയിട്ട് തരംതിരിച്ച് 2 രീതിയിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാം. ഒന്നെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി ടെക്നോളജി. ഇത് മുൻ വർഷങ്ങളിലൊക്കെ, അതായത് കഴിഞ്ഞ വർഷമല്ല അതിന്റെ മുന്നത്തെ വർഷങ്ങളിലൊക്കെ ഇത് രണ്ടും കൂടി ഒരുമിച്ചായിരുന്നു ഇതിന്റെ സ്റ്റഡീസ് വന്നിരുന്നത്. അതായത് ജസ്റ്റ് ബാച്ചിലർ ഡിഗ്രി ഫോർ റേഡിയോളജി ടെക്നോളജി എന്ന് പറഞ്ഞ ഒറ്റൊരു കോഴ്സിന്റെ അണ്ടറിലായിരുന്നു ഈ 2 കോഴ്സുകളും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ സെപ്പറേറ്റ് 2 കോഴ്സായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഒന്നെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതായത് നൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കുന്ന എക്സ്റേ, അതേപോലെ തന്നെ CT MRI സ്കാനിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. റേഡിയോ തെറാപ്പി ഡിപ്പാർട്ട്മെന്റ് അതും ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കോഴ്സാണ്. അതിൽ കൂടുതൽ നമ്മൾ ഈ ന്യൂറൽ ഇഷ്യൂസ്, അതായത് ഇപ്പോൾ നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റ്, ഇപ്പോൾ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുമായിട്ടൊക്കെ റേഡിയേഷൻ തെറാപ്പി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു ടെക്നോളജി കോഴ്സാണ്. പിന്നെ വരുന്നത് ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി. ഇതൊക്കെ പ്രാക്ടിക്കൽ വൈസ് വരുന്ന കോഴ്സുകളാണ്. പാരാമെഡിക്കൽ എന്ന് പറയുന്നത് തന്നെ പ്രാക്ടിക്കൽ വൈസ് വരുന്ന കോഴ്സുകളാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ടെക്നോളജിസ്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ മെഡിക്കൽ ബയോകെമിസ്ട്രി, ഇതൊക്കെ പുതിയ വന്നിട്ടുള്ള കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള കോഴ്സുകളാണ്. ആൻഡ് ലാസ്റ്റ് ദ പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് കോഴ്സ്. അപ്പോൾ ഇതെന്തൊക്കെയാണ് ഇതിന്റെ വിശദമായിട്ടുള്ള, അപ്പോൾ ഓരോ കോഴ്സുകളും എന്ത് ഡിപ്പാർട്ട്മെന്റ് വൈസ് വരുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ
കൂടുതൽ കോഴ്സ് ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. യൂട്യൂബിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പോസ്റ്റുകളെല്ലാം. നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുള്ളതിൽ ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ഡൗട്ട്സുകൾ ചോദിക്കുക. അറ്റ് എ ടൈം ഒരുപാട് കോൾസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുട്ടികൾ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഒക്കെ ഈ ഒരു കോഴ്സിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ്, ഏതൊക്കെ കോളേജുകളാണ് ബെറ്റർ ഓപ്ഷൻ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമുക്ക് ഇടയ്ക്ക് നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് ഞാൻ തന്നെ ക്ലാസ്സുകളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതിന്ന് ഈ ഒരു വീഡിയോയിൽ നിന്ന് ജസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളും അതിൻ്റെ പേരുകളും മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഏത് മേഖലയിൽ പഠിക്കുന്നതാണ്, അതിൻ്റെ ഹയർ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത് LBSന്റെ ഡീറ്റെയിൽ തന്നെ ആയിരിക്കും. LBSന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടായിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, താങ്ക് യു.